ഒരുപാട് പേര് വന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഈ ഫ്ലോറിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തവണ. ഒരു ക്ലൂ ഒക്കെ ഞാൻ തന്നു തുടങ്ങാം. വയലിൻ കൊണ്ട് തീർക്കുന്ന ഒരാള്, സംഗീത സംവിധായകനാണ്, പ്ലേബാക്ക് സിംഗർ ആണ്, വയലിനിസ്റ്റ് ആണ്, അഭിനേതാവാണ്. ഇനി വേണോ? നമ്മുടെ മലയാള സംഗീത ലോകത്തെ വിസ്മയം തീർപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഔസേപ്പ് ബച്ചൻ സർ. ഔസേപ്പ് ബച്ചൻ സർ. ഒരു ദേവഗാനമുടനാർന്ന പോലെ മനമരുളിയെത്തിയൊരു സുഖം കരുതനാമ്പിലും മധുതനം കവിതയും അറിയില്ല. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. ഞങ്ങള് ഒരുപാട് തവണ സാറിന്റെ പേരുകൾ ഇങ്ങനെ ഫ്ലോറിൽ പറയും. സാറിന്റെ പാട്ടുകൾ നമ്മുടെ കുട്ടികളിവിടെ പാടുന്നുണ്ട്. അപ്പൊ സാറായിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ ശരത് സാർ ഇവിടെ ഇരുന്ന് പറയും. ഔസ് സാർ എന്നൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിക്കായിരുന്നു. ഷോർട്ടാക്കി ഞങ്ങൾ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ വിളിക്കായിരുന്നു സാറിനെ. എന്തൊക്കെയാണ് സാർ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ എന്താണ്? നല്ല തന്നെ പുതിയ ഒരു പടത്തിന്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെയാണ്. ശരത്, എൻ്റെ ഗുരുനാഥൻ ആരാന്നറിയോ? എൻ്റെ ക്ലാസ് ടീച്ചർ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അദ്ദേഹത്തിന്റെ ശിഷ്യനൊന്നുമില്ല, ക്ലാസ് ടീച്ചർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥ എടുത്തിട്ട്, ഒരു കവിത എടുത്തിട്ട് ഒരു പുതിയ പടം, ഒരു യങ് വൈബ്, ഒരു കൊച്ചു പയ്യൻ ചെയ്യാണ്, അഭിലാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ആദ്യമായിട്ട് ശരത്ത് ഒരു പാട്ടുണ്ട്, 16 മിനിറ്റാ. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ വിശേഷം. ഉഗ്രം വിശേഷമാണ്. അതെ, വലിയൊരു പാട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ അവരെ സംബന്ധിച്ച് വലിയ ഭാഗ്യം. ഇവരൊക്കെ മറ്റേ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയാം. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ഒക്കെ ആകുന്ന ഒരു ഷോയാണ് സൂപ്പർ സ്റ്റാർ. വർഷങ്ങൾക്ക് മുമ്പ്. അതെ അല്ലേ? പിന്നെ അതിനു മുമ്പ് പലരും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് എല്ലാവരും എവിടെ നോക്കിയാലും ഈ ഒരു പാട്ടിന്റെ ഈ റിയാലിറ്റി ഷോനെ കുറിച്ച് നമ്മളൊക്കെ എല്ലാവരും, ഞാനൊക്കെ അറിയുന്നത് ഈ സൂപ്പർ സ്റ്റാർ അമൃതയുടെ ഈ ചാനലിലൂടെയാണ്. അപ്പൊ അത് തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. വളരെ നല്ല കാര്യം. മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പാടുകേട്ടാ. സംഗീതം നമുക്ക് പഠിക്കാൻ പറ്റുന്നതും പാടാൻ പറ്റുന്നതും ആണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. അല്ല മക്കളെ, നിങ്ങൾക്ക് ഔസേപ്പ് ബച്ചൻ അണ്ണാച്ചി എന്ന് പറയുമ്പോൾ ഒരു അസാധ്യ സംഗീത സംവിധായകൻ. കുറേ പാട്ടുകൾ, ഒട്ടനവധി പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കമ്പോസറാണ്. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാച്ചി. പിന്നെ അണ്ണാച്ചി വളരെ എന്താ പറയുക, ഒരു സുന്ദരനാണ്. അണ്ണാച്ചിയുടെ പടം കണ്ടോണ്ടോ പാറു അഭിനയിച്ചത്? ഫിലിം കണ്ടുണ്ടോ നീ? ഇല്ല, ഏതോരണത്തിൽ അഭിനയിച്ചു ഇങ്ങനെ ഇവിടെ പറഞ്ഞു കേട്ടു. ആ പടത്തിൽ എല്ലാത്തിനും മറ്റേ ബോബനുമോളിലെ പൂച്ചയില്ലേ, എല്ലാ ഫ്രെയിമിലും കാണത്തില്ലേ ഒരു ചെറിയ. അതൊരു അണ്ണാച്ചി എല്ലാ ഫ്രെയിമിലും ഉണ്ട്, ഒരു വയലിനും കൊണ്ട്. അന്ന് സുന്ദരനാണ്. എങ്ങനെയുണ്ടായിരുന്നു സാർ ആ ഒരു ആക്ടിംഗ് എക്സ്പീരിയൻസ്? വയലിനിസ്റ്റ് തന്നെ എന്തോ ആക്ട് ചെയ്യാൻ അഭിനയിക്കാൻ പോവാണല്ലോ. അതോ ആ എക്സ്പീരിയൻസ് പറഞ്ഞ ഇന്ന് തീരത്തില്ല. വലിയ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, മഞ്ജരി ചേച്ചി. എനിക്ക് ഇതുപോലെ ഔസേപ്പ് ബച്ചൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് എനിക്ക് സാറിന് വേണ്ടി പാടാൻ പറ്റിയത്. അപ്പം ഈ പറഞ്ഞ മാതിരി സാറ് ആദ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വളരെ വളരെ സീരിയസ്. നമുക്കൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഡ്രസ്സിങ്ങിലായാലും. പക്ഷേ ഭയങ്കര കൂളായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഔസേപ്പ് ബച്ചൻ സാർ. ഫസ്റ്റ് മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞ പടത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ് ഔസേപ്പ് ബച്ചൻ സാറിന് ഫസ്റ്റ് പാട്ടാണ് എനിക്ക് സാറിന് തന്നത്. അപ്പം അതിൽ ഭയങ്കര പാടാൻ പോകുമ്പോൾ ഉള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ ബൂത്തിൽ കയറി പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാർ നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, ആ പാട്ട് ഇൻവോൾവ് ചെയ്ത് പാടാനും നമുക്ക് തരുന്ന ഒരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊരു സ്പേസ് അതിൽ തരും. ലാസ്റ്റ് പല്ലവി ആകുമ്പോഴത്തേക്കാണ് സാർ ഇനി ഇഷ്ടമുള്ള പോലെ പാടും, ഞാൻ ഒന്ന് കേൾക്കട്ടെ, നമ്മൾ അങ്ങനെ പാടി പോവാം. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരു സിംഗറുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം
അത് സാറ് ഏറ്റെടുത്ത പോലെയാണ്. സാർ എന്ന് വെച്ചാൽ സിംഗറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ എംബലിഷ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ചോദിച്ച് പാടിക്കോ 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 എന്ന് പറഞ്ഞു മാക്സിമം നമ്മളെ കൊണ്ട് പാടിച്ച് പിന്നെ ആ പാട്ട് പുറത്ത് വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ ഞാൻ പാടുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു റെക്കോർഡിംഗ് ആണ്. ശരത് ആ പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആദ്യത്തെ ഒരു സിനിമയാണ് വി കെ പ്രകാശ് എടുത്തത്. അതായത് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക സാറ്റലൈറ്റ് സിനിമ ഉണ്ടാവുന്നത്. ഇൻ ദ വേൾഡ് ഫസ്റ്റ് സിനിമ, മൂന്നാമതൊരാൾ അതിലെ പാട്ടാണ്. പക്ഷെ അതില് ഈ പാട്ട് മഞ്ചരി പൊളിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, തകർത്തു. അണ്ണാച്ചയുടെ വായിന്നൊക്കെ വരുന്ന വലിയ പാടാ. എനിക്കിപ്പോഴും ആ പാട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ അതൊരു നോർമൽ ഫിലിമായി തിയേറ്ററിലൊക്കെ ഓടി ഹിറ്റായിരുന്നെങ്കിൽ കുറേയും കൂടിയും പോപ്പുലറായ. അത് വളരെ കുറച്ച് പേര് കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത് അന്ന് അത് സാറ്റലൈറ്റ് പ്രൊജക്ഷൻ വേണം. അപ്പം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയതാണെങ്കിലും പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ സാർ ഇതുപോലെ റിയാലിറ്റി ഷോസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകൾ ആൾക്കാരിലേക്ക് അധികം എത്താത്ത പാട്ടുകളാണെങ്കിലും ഈ മനോഹരമായിട്ടുള്ള മ്യൂസിക് അവർ റീപ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ഈ വേദികളിൽ. ഈ കുട്ടികൾ പാടുമ്പോഴത്തേക്ക് അത്രയും ജനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം ഒരുപക്ഷെ ഒരു കാലത്ത് മറന്നുപോയ പാട്ടുകളായിരിക്കാം, അത്രയും സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരിക്കാം, ക്ലാസിക്കലായിരിക്കാം. പക്ഷെ ഇവർ പാടുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ വേദിയിലൂടെ ആൾക്കാർ എത്ര പേര് അത് കാണുന്നത്. അപ്പോൾ അതിന് ആ പാട്ടുകൾക്ക് കൂടി കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു പുനർജീവനം കിട്ടില്ലേ. അപ്പൊ അത് വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മൾക്ക് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പഴയ സംഗീത സംവിധായകർ അവരെ സംബന്ധിച്ചിടത്തോളം സംഗീത സംവിധായകർ, എഴുത്തുകാര്, അത് ഡയറക്റ്റ് ചെയ്തവരെ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു പുനർജീവനം കിട്ടുകയാണ് ഓരോ ഇങ്ങനെ പാട്ടുകൾ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ. ഓക്കെ ചേച്ചി, എന്തായാലും ഔസേപ്പച്ചൻ സാർ ഇവിടെ നിൽക്കുകയാണ്. ആ പാട്ട് തുടങ്ങി വെച്ചു ഒരു 2 വരി ഒന്ന് സാറിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ പുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം തിരിഞ്ഞ പോലെ, പ്രളയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി, ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി, നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. താങ്ക് യു സർ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ തന്നതിന്. അപ്പൊ എന്തായാലും നമുക്കിനി ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറയാം, പാട്ടിന്റെ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ ദാ ശരത് സാറിന്റെ അടുത്തുള്ള ആ സീറ്റിലിരുന്നു. ഓടി വായോ അണ്ണാച്ചി.